ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് നമ്മളൊരു സ്റ്റേക്കേഷന് വേണ്ടി വന്നിരിക്കുവാണ്. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മൂന്നാറാണ് എത്തിയിരിക്കുന്നതെന്ന്. അപ്പം നമ്മളിവിടെ മൂന്നാർ ടൗൺ എത്തുന്നതിനേക്കാൾ മുന്നേ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ദ വാലി മൂന്നാർ. സോ നമുക്ക് ഈ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് എൻട്രൻസ് ഏരിയ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ വരുന്നത്. ദാറ്റ് വാസ് എ വാം വെൽക്കം. ചന്ദനക്കുറിയും പിന്നെ ഏലക്ക കൊണ്ടുള്ള ഒരു മാലയൊക്കെ നമുക്ക് ഇട്ട് തന്നു. ചെക്ക് ഇൻ ടൈം ആകുന്നേ ഉള്ളൂ. ആ ഒരു സമയം അവർ വെൽക്കം ഡ്രിങ്കും അതുപോലെ സ്നാക്സ് ഒക്കെ സെർവ് ചെയ്തു. റിസപ്ഷൻ്റെ അവിടുന്ന് അങ്ങ് അറ്റത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വ്യൂ കാണാനായിട്ട് അടിപൊളിയാണ്. ഈ വാലിയുടെ കംപ്ലീറ്റ് പിക്ചർ കിട്ടും. ഇത് റിസപ്ഷൻ ഏരിയയിൽ നിന്നും റിസോർട്ടിന്റെ റെസ്റ്റോറന്റ് ഏരിയയിലേക്കുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത പാക്കേജിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. അതിൽ ടീ ടേസ്റ്റിംഗ് സെക്ഷൻസ് ഉണ്ട്, കുക്കി ബേക്കിംഗ് ക്ലാസ്സസ്, ഷെഫിന്റെ ഒരു കുക്കറി ക്ലാസ് ഉണ്ട്, പിന്നെ ഹൈ ടീ, നേച്ചർ വാക്ക്, ബോൺ ഫെയർ, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു ടീ ടേസ്റ്റിംഗ് സെക്ഷൻസ് നടക്കാറ്. ഇനി നമുക്ക് റൂം കാണാം. 502 ഇതായിരുന്നു നമ്മുടെ റൂം നമ്പർ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലഗേജ് ഒക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഷെൽഫും ലോക്കറും ഒക്കെ കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയുള്ള റൂമാണിത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബാൽക്കണിയാണ്. ഈ റൂമും ബാൽക്കണി വ്യൂ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ലഞ്ച് കഴിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിലോട്ടൊന്ന് പോകാം. വെരി നീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെയും നമുക്ക് ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്.
എല്ലായിടത്തും വലിയ വലിയ ഗ്ലാസ് വിൻഡോസ് ഒക്കെ ഉള്ള കാരണം ഓപ്പൺ ടു നേച്ചർ സെറ്റപ്പാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. ബാൽക്കണിയിലിരിക്കുമ്പോൾ കുറച്ച് തണുപ്പാണ്, പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അകത്തിരിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് കഴിഞ്ഞ് റൂമിലെത്തിയതും മഴ സ്റ്റാർട്ട് ചെയ്തു. മഴ കുറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയസിലൊക്കെ പോകാം. ഇവിടെ ഒരു ഫാമിലി പ്ലേ ഏരിയ ഉണ്ട്. നമുക്ക് ഈവനിങ്ങിൽ ഒരു ഹൈ ടീ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ വന്ന് ചായ കുടിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് റൂമിലോട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ ചായക്കട. ഇതിനൊപ്പം തന്നെ നാടൻ പലഹാരങ്ങളും സെർവ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഫുൾ ആക്റ്റീവ്ലി സ്പെൻഡ് ചെയ്യാൻ മാത്രം കാര്യങ്ങൾ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലബ് റൂം ആയിക്കോട്ടെ, പ്ലേ ഏരിയ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ കുക്കിംഗ് ക്ലാസ്സസ്, ബേക്കിംഗ് ക്ലാസ്സസ്, നേച്ചർ വാക്ക് എല്ലാം കൂടി ആവുമ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റേ നമുക്കൊരു യുണീക്ക് എക്സ്പീരിയൻസ് തരും. ഇവിടുത്തെ കോൺഫറൻസ് ഹാളാണ്. നമുക്ക് ടീ മീറ്റിംഗ്സോ അല്ലെങ്കിൽ ചെറിയ പാർട്ടീസോ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സൺസെറ്റ് ഡ്രൈവിന് പോയി. മൂന്നാർ ടൗണും ടച്ച് ചെയ്ത് കുറച്ച് ദൂരം കൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയായിരുന്നു. നല്ലൊരു വ്യൂ പോയിന്റ് എത്തുമ്പോൾ ഡ്രൈവിംഗ് നിർത്തി അവിടെ നിന്നും സൺസെറ്റ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. നേച്ചറിന് വേറെ കളർ ഫിൽറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നോക്കൂ, സോ ബ്യൂട്ടിഫുൾ. ഞങ്ങൾ കുറെ നേരം ഇവിടെ സൺസെറ്റ് എൻജോയ് ചെയ്ത് നിന്നു. പെർഫെക്റ്റ് ലൈക്ക് എ ക്യാൻവാസ്. സൺസെറ്റ് കഴിഞ്ഞ് റിസോർട്ടിലെത്തിയപ്പോൾ റൂഫ് ടോപ്പിൽ ബോൺഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി മാത്രമേ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ നേരം അവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നു. രാത്രി ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി ഡിന്നർ കഴിക്കാം.
റിസപ്ഷൻ ഏരിയയിലെ ബാൽക്കണിയിൽ നിന്നുള്ള നൈറ്റ് വ്യൂ ഇങ്ങനെയാണ്. വി ആർ റിയലി എൻജോയിങ് അവർ സ്റ്റേക്കേഷൻ ഇൻ ദ റിസോർട്ട് ദ വാലെ മൂന്നാർ. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് ഒരു മോർണിംഗ് വാക്കിന് പോവുകയാണ്. ഒരാൾ സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് റോഡൊന്നുമില്ല, അതുകൊണ്ട് സൈക്കിൾ റൈഡ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. മോർണിംഗ് വാക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും വിശന്നു. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. So that was a very beautiful staycation in the resort, the Valle Munnar. Hope you enjoyed the vlog. Thanks for watching. Bye bye and take care.